തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ 93.8% വോട്ടർമാരും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ചേംബറിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പല കാരണങ്ങളാൽ കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ലാത്തവർക്ക് ഈ മാസം 18 വരെ സമയപരിധിയുണ്ടെന്നും എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് 18-നകം തിരികെ നൽകിയാൽ കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്നും കലക്ടർ പറഞ്ഞു. കരട് വോട്ടർ പട്ടിക നിലവിൽ വന്ന ശേഷം പരാതിയുണ്ടെങ്കിൽ ജനുവരി 22 വരെ സമർപ്പിക്കാം. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഈ കാലയളവിനുള്ളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഫോം 6 ഡിക്ലറേഷൻ നൽകിയാൽ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. പക്ഷെ വരുന്ന 9-ാം തീയതിക്കകത്ത് എല്ലാ ബൂത്തുകളിലും നമ്മുടെ BLAമാരും BLOമാരും മീറ്റിംഗ് ചേർന്ന് ഈ AST ലിസ്റ്റ് ആക്സിഡന്റും ഷിഫ്റ്റിങ്ങും ഡെത്തും ആയിട്ടുള്ള കേസുകൾ, അതായത് ജില്ലയിൽ നമ്മൾ പറഞ്ഞ മാതിരി 66,871 കേസുകളുണ്ട്. അത് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും ഉള്ള കേസുകൾ BLAമാരുടെ ലിസ്റ്റ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കും, BLOമാർ കൊടുക്കും. അത് വാങ്ങി BLAമാര് അത് പരിശോധിച്ച് അവർക്ക് അതിലെന്തെങ്കിലും ഒബ്ജക്ഷനോ ഇല്ല ആരെങ്കിലും ഈ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 18-ാം തീയതി വരയ്ക്കും അവർക്ക് സമയമുണ്ട്. 18-ാം തീയതി വരയ്ക്കും അവർ ഇത് വന്ന് BLOമാരുടെയോ ഇല്ലെങ്കിൽ കൺസേൺ വില്ലേജ് ഓഫീസിലോ കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കൂടി നമ്മൾ ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. കൃത്യനിർവഹണത്തിനായി ചെല്ലുമ്പോൾ സംഭവ സ്ഥലത്ത് ഇല്ലാതിരിക്കുക, മരിച്ചവർ നിലവിൽ മറ്റു ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ താമസിക്കുന്നവർ തുടങ്ങിയവയാണ് വോട്ടർ പട്ടികയിൽ പേര് വരാതിരിക്കാനുള്ള കാരണങ്ങൾ. നമ്മുടെ ജില്ലയിൽ ഉള്ള ആകെ വോട്ടേഴ്സിന്റെ എണ്ണം 10,78,256 അതില് നമ്മളിപ്പോ ഡിജിറ്റൈസ്, അതായത് ഫോം കൊടുത്ത് SCR ഫോം ഡിജിറ്റൈസ് ചെയ്ത് നമുക്കിപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 10,11,391 ആളുകളാണ്. അപ്പോ എന്ന് വെച്ചാൽ 93.8% ആളുകൾ നമ്മുടെ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയിൽ വന്നു കഴിഞ്ഞു. അവരെല്ലാം ഡ്രാഫ്റ്റ് പട്ടികയിൽ അവർ ഉണ്ടാവും. അപ്പോൾ ഇതില് ഇനി ബാക്കി, അതായത് AST ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഫോംസ് കൊടുക്കാതെ വരെ ഇല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റാതെ അൺകളക്ടബിൾ ഇതിൽ പറഞ്ഞത് ഡെത്ത് കേസുകളിൽ 18,107 കേസുകൾ, ആക്സിഡന്റ് ആയിട്ടുള്ള കേസുകൾ 22,313, ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസുകൾ പെർമനന്റ്ലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസുകൾ 20,746, ആൾറെഡി എൻറോൾഡ് ഡബിളിംഗ് അതുമായിട്ടുള്ള കേസുകൾ 2,447 കേസുകൾ. ബാക്കിയുള്ള വിവിധ കാരണങ്ങൾ, ഫോംസ് സ്വീകരിക്കാത്തത്, ഫോംസ് കൊടുക്കാത്തത്, അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് 3,264 കേസുകൾ. ആകെ ജില്ലയിൽ 66,821 കേസുകൾ നമ്മൾ ഈ അൺകളക്ടബിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10,78,686 വോട്ടർമാരുള്ളതിൽ 10,11,391 എന്യൂമറേഷൻ ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്താണ് സംസ്ഥാനത്ത് 100% പ്രവർത്തന മികവോടെ SIR പ്രവർത്തനങ്ങളിൽ കാസർഗോഡ് ജില്ല ഒന്നാമതെത്തിയത്. 6.2% ഫോമുകൾ തിരികെ ലഭിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട BLOമാരുടെയും BLAമാരുടെയും മീറ്റിംഗ് ഈ മാസം 9-നും 15-നും നടക്കും. അതേപോലെ BLOമാരുടെ സെക്കൻഡ് മീറ്റിംഗ് 15-ാം തീയതി ഡിസംബർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ ബൂത്തുകളിലും ആ മീറ്റിംഗ് നടക്കും. ഈ 2 മീറ്റിംഗോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാര് അവരുടെ സന്നിധാനാവുകയും അവരെ ഈ കാര്യങ്ങളെല്ലാം ആരൊക്കെയാണ് ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആരൊക്കെ ഷിഫ്റ്റിംഗ് ആയിട്ടുണ്ട്, ആരൊക്കെ ഡെത്ത് ആയിട്ടുണ്ട്, ആരൊക്കെ അൺകളക്ടബിളിൽ വന്നിട്ടുണ്ടോ അതെല്ലാം പരിശോധിച്ച് അവർക്ക് ഒബ്ജക്ഷൻ പറയണം, ഇല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഈ 2 മീറ്റിംഗിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 2 മീറ്റിംഗും വളരെ കൃത്യമായിട്ട് മിനിറ്റ്സും കാര്യങ്ങളും ചെയ്ത് ആ മിനിറ്റ്സ് പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വെബ്സൈറ്റിൽ ഇടാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ജില്ലയുടെ മികവിനായി പ്രവർത്തിച്ച BLOമാർ, BLO സൂപ്പർവൈസർമാർ, BLAമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, EROമാർ, അസിസ്റ്റന്റ് EROമാർ, SC/ST ഉന്നതികളിലെ പ്രൊമോട്ടർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവർക്ക് കലക്ടർ പ്രത്യേകം നന്ദിയും രേഖപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ സ്വന്തം ചേംബറിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ IAS ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.